ഞെട്ടലോടെ എന്നും പത്രത്തിൽ വായിച്ച് ഏതാണ്ട് നമുക്ക് മരവിപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദുരന്ത ഭീകരമായ സാഹചര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇനി നിർവഹിക്കുവാനുള്ള ദൗത്യം എന്താണ് എന്നാണ്. അല്ലാഹു ഖുർആനിൽ വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖിൻ ദാരിദ്ര്യത്തിന്റെ പേരിൽ നിങ്ങൾ മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞു. ഖസിയത്ത ഇംലാഖിൻ ദാരിദ്ര്യം വരുമോ എന്ന് ഭയന്ന് നിങ്ങൾ മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞു. 14 നൂറ്റാണ്ട് മുമ്പ് സമൂഹത്തിൽ ചില ഗോത്രങ്ങളിൽ ചില മാതാപിതാക്കൾക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നു. ദാരിദ്ര്യത്തെപ്പറ്റി പിശാച് ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ പേരിൽ ചില ഗോത്രങ്ങളിൽപ്പെട്ട ചില പിതാക്കൾ സ്വന്തം മക്കളെ കുഴിച്ചു മൂടിയിരുന്നു. അപമാനം ഭയന്ന് പെൺകുട്ടികളെ മാത്രമായി കുഴിച്ചു മൂടിയിരുന്നു. എന്നാൽ ഇന്ന് ദാരിദ്ര്യത്തിന്റെ പേരിലുള്ള കൊലപാതകമല്ല, ദാരിദ്ര്യം ഭയന്നുള്ള കൊലപാതകമല്ല നടക്കുന്നത്. സ്വന്തം മകളുടെ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെ മാംസളതയിൽ കണ്ണുവെച്ചിട്ട് ലൈംഗികമായ ദുരാഗ്രഹങ്ങൾക്ക് വേണ്ടി കൊല്ലുന്ന, സ്വന്തം കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോകാൻ വേണ്ടി കൊല്ലുന്ന ദുരന്ത ഭീകരമായ സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ജനിച്ച് ജീവിച്ച് അല്പമൊക്കെ നടന്നു നീങ്ങി കളിക്കളങ്ങളിൽ കളിച്ചു നടക്കാൻ മക്കൾക്ക് അനുവാദം നൽകിയ ശേഷമായിരുന്നു കാട്ടറബികൾ എന്ന് നമ്മൾ പറയുന്ന നാട്ടറബികൾ ആ മക്കളെ കൊന്നിരുന്നതെങ്കിൽ ഇന്ന് ഭ്രൂണത്തിൽ വെച്ച് തന്നെ, ഗർഭാശയത്തിൽ വെച്ച് തന്നെ കൊല ചെയ്യുന്ന ദുരന്ത ഭീകരമായ സാഹചര്യമാണ് ഉള്ളത്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം സമൂഹത്തിൽ, സ്വന്തം കുടുംബത്തിൽ, സ്വന്തം വീട്ടിൽ, സ്വന്തം അയൽപ്പക്കങ്ങളിൽ സ്നേഹത്തിന്റെ മധുരോദാരമായ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് പരിഹാരം. കാരുണ്യത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോക ജനതയ്ക്ക് മുഴുവൻ കരുണയായിട്ടല്ലാതെ നാം താങ്കൾ നിയോഗിച്ചിട്ടില്ലെന്ന് അള്ളാഹു പറഞ്ഞത് നമുക്കറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. കാരുണ്യത്തിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു. റഹ്മാനുർ റഹീമുമാണ്. അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും കരുണ നൽകുന്നവനാണ് റഹ്മാൻ എന്ന പദം 86 സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞു. 113 സ്ഥലത്താണ് റഹീം എന്ന പദം പറഞ്ഞത്. അർഹമുർ റഹീമീൻ 4 സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു. നൂറുകണക്കിന് ഹദീസുകളിലൂടെ, ആയിരക്കണക്കിന് ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിവിധങ്ങളായ വിശാലമായ വശങ്ങളെക്കുറിച്ച് അവൻ നമ്മൾ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് കരുണയും ദയയും വാത്സല്യവും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരു സ്പർശനം കൊണ്ടും പാലിക്കുവാൻ, പകർത്തുവാൻ, പ്രചരിപ്പിക്കുവാൻ തയ്യാറാവുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും യഥാർത്ഥമായ പ്രചാരകനായിരുന്നു. സ്വന്തം 10 മക്കളുണ്ടായിട്ട് ചുംബിക്കാത്ത, ഒരിക്കൽ പോലും മക്കളെ ചുംബിക്കാത്ത നാട്ടറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നപ്പോൾ, നിന്റെ മനസ്സിൽ കാരുണ്യം നൽകാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? പടച്ചവൻ നിന്റെ മനസ്സിൽ കരുണ നൽകാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? മല്ലായറഹം ലായുറഹം. കരുണ കാണിക്കാത്തവന് കരുണ കിട്ടുകയില്ല. രാജാതിരാജനായ പടച്ചവന്റെ മുമ്പിൽ ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എഴുന്നേറ്റ് നിൽക്കേണ്ട പരലോകനാളിൽ സൂര്യൻ തൊട്ടുമീതെ നിൽക്കുന്നു. ജ്വലിച്ചു നിൽക്കുന്ന, തിളച്ചു മറിയുന്ന സൂര്യന്റെ വെയില് വിയർപ്പിൽ കുളിച്ചു നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്താകും, എങ്ങനെയാകുമെന്ന് അന്തം വിട്ടമ്പരം അന്താളിച്ചു നിൽക്കുന്ന മനുഷ്യവംശമേ, നമുക്ക് അല്ലാഹുവിന്റെ കരുണയല്ലാതെ, ദയയല്ലാതെ, വാത്സല്യമല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല, പ്രതീക്ഷിക്കുവാനില്ല. അള്ളാഹു കരുണ ചെയ്താലേ പ്രവാചകന്മാരുടെ ശുപാർശയുണ്ടാവൂ. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ മുസ്ഹഫിന്റെ ശുപാർശയുണ്ടാവൂ, അവയവങ്ങളുടെ ശുപാർശയുണ്ടാവൂ, മലായിക്കത്തിന്റെ ശുപാർശയുണ്ടാവൂ. അള്ളാഹു കരുണ കാണിക്കണമെങ്കിൽ, അവന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ യർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് മുഴുവൻ കരുണ കാണിക്കണം. യർഹമുക്കും മൻ ഫിസ് സമാ, ഉപരിലോകത്തുള്ള ആകാശലോകത്തുള്ള അള്ളാഹു എങ്കിലേ നിങ്ങൾക്ക് കരുണ നൽകൂ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ലാഹ കതബ അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു സ്വയം കരുണ തീരുമാനിച്ചിരിക്കുകയാണ്. അർശിന്റെ മുകളിൽ പടച്ചവൻ എഴുതി വെച്ചിരിക്കുന്നു, എന്റെ കരുണ എന്റെ കോപത്തെ മറികടക്കുന്നു എന്ന്. അള്ളാഹുവിന്റെ കരുണയും ദയയും വാത്സല്യവും ഈ ലോകത്തെ ജീവിതത്തിൽ ഓരോ സെക്കൻഡ് നേരത്തേക്കും നമുക്ക് അത്യാവശ്യമാണ്, നിർബന്ധമാണ്. കരണ്ട് പോയാൽ ബദൽ സംവിധാനമുണ്ട്. വായു പോയാൽ എന്താ സംവിധാനം?
വെള്ളമില്ലാതെ വന്നാൽ എന്താ സംവിധാനം? അല്ലേ? ശ്വാസം കഴിക്കുവാൻ പടച്ചവന്റെ കരുണയും ദയയും അത്യാവശ്യമാണ്. എന്തിന് കോടി രൂപ കൊടുക്കാനും പണമുള്ളവർ തയ്യാറാകേണ്ടി വരുന്നു. പക്ഷേ ശ്വാസം കിട്ടാതിരുന്നാൽ പടച്ചവൻ നിശ്ചയിച്ച ശ്വാസത്തിന്റെ സമയം കഴിഞ്ഞു പോയാൽ എന്താണ് നിർവഹിക്കുവാനുള്ളത്? ഒന്നുമില്ല. ആ പരാജയത്തിന്റെ രംഗം. അപ്പോൾ അള്ളാഹുവിന്റെ കരുണ, അവന്റെ ദയാവാത്സല്യം നമുക്ക് നിർബന്ധമാണ്. ഈ കാരുണ്യമാണ് എല്ലാവർക്കുമായി നമ്മൾ വിതരണം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരംശമാണ് ഈ പ്രപഞ്ചത്തിലെ സകലമാന മാതാപിതാക്കൾക്കുമായി, ജീവജാലങ്ങൾക്കും കൃമികൾക്കും കീടങ്ങൾക്കും പ്രാണികൾക്കുമായി പടച്ചവൻ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ മൃഗങ്ങളും കുഞ്ഞുങ്ങളെ താലോലിക്കുന്നത്. ഇന്ന് 10-12 വയസ്സായിട്ട് ഒന്ന് മിണ്ടുക പോലും ചെയ്തിട്ടില്ലാത്ത, നടക്കാൻ കഴിയാത്ത, ഇരിക്കാൻ കഴിയാത്ത, സ്വന്തമായി മലമൂത്ര വിസർജനത്തിന് സാധിക്കാത്ത പാവപ്പെട്ടൊരു പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ ഉമ്മയെയും 2 ജ്യേഷ്ഠത്തിമാരെയും റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുമുട്ടുകയുണ്ടായി. എന്തൊരു വേദനാജനകമായ രംഗമാണ്. പക്ഷേ ദയയോടെ, വാത്സല്യത്തോടെ, കരുണയോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മ ആ കുട്ടിയെ കൊണ്ട് നടക്കുകയാണ്. 6ാം മാസത്തിൽ പ്രസവിച്ചിട്ട് അപ്പോൾ തന്നെ വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോയ വിഷമകരമായ അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെപ്പറ്റി അബൂദാബിയിൽ നിന്ന് സഹോദരൻ വിളിച്ചറിയിച്ചു, പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഒരു ദിവസം 1 ലക്ഷം രൂപ ചെലവാണ് ജീവിതം നീട്ടിക്കൊണ്ടുപോകുവാൻ. പടച്ചവനെ, ഭാവി ആ കുട്ടിയെ കൊണ്ട് മാതാപിതാക്കളുടെ ഭാവി നീ ഭാസുരമാക്കുമാറാകണേ. പടച്ചവനെ, ശിഫ നൽകുമാറാകണേ. വേദനയുടെ, ദുഃഖത്തിന്റെ ദയനീയമായ രംഗങ്ങൾ നിരവധിയാണ്. അപ്പോൾ കഴിവിന്റെ പരമാവധി സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു അനുവദനീയമായ സ്പർശം കൊണ്ട് നമുക്ക് കരുണയുടെ പ്രചാരകന്മാരും പ്രബോധകന്മാരുമായി മാറണം. ലോകത്ത് മനുഷ്യന്റെ കരുണ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. വിവാഹിതകൾ, ഭർത്താക്കന്മാരും, മാതാപിതാക്കൾ, മക്കൾ, കുട്ടുകുടുംബാദികൾ എല്ലാവരും തണൽ അനുഭവിക്കുമ്പോൾ അവിവാഹിതകളായ ഈ സമൂഹത്തിലെ 10,000-കണക്കിന് ചെറുപ്പക്കാരികൾ 18 വയസ്സ് മുതൽ 50 വയസ്സായിട്ടും ഒരു പുരുഷന്റെ അനുവദനീയമായ സ്പർശമേൽക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ഹതഭാഗ്യകൾ എന്ന് നമ്മൾ പറയുന്ന ഒരുപാട് പെൺകുട്ടികൾ, അവരൊരുപാട് കാലമായി കാത്തിരിക്കുന്ന ഒരു പുരുഷന്റെ അനുവദനീയമായ സ്പർശത്തെ, ഒരു സംസാരത്തെ, ഒരു നിക്കാഹിനെ, സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്ന സാഹചര്യങ്ങളായ ആഭരണഭ്രമവും വിവാഹത്തിന്റെ വർദ്ധമാനമായ ചെലവുകളും. ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും നല്ല വിവാഹം ഏറ്റവും ചെലവ് കുറഞ്ഞതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്ന മിൻ യംനിൽ മർഅതി തൈസിറു ഖിത്ബതിഹാ വ തൈസിറു സദാഖിഹാ, ഒരു പെണ്ണിന്റെ ബർക്കത്തിൽപ്പെട്ടതാണ് അവളെ കല്യാണം ആലോചിക്കൽ എളുപ്പമായിരിക്കും, അവൾക്ക് മഹർ കൊടുക്കൽ വളരെ ലളിതമായിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്ന സാഹചര്യങ്ങൾ കാരണമായി ഒരുപാട് സഹോദരിമാർ അവിവാഹിതകളായി നിൽക്കുന്നു. അവരുടെ ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും, ഓരോ ആഴ്ചയും, മാസവും, കൊല്ലവും അത് അവരെ കല്യാണം കഴിക്കേണ്ട പുരുഷന്മാരുടെ കണക്കിലാണ് വരുന്നത്. എന്തിനവരെ വേദനിപ്പിക്കണം? എന്തിനവരെ കാത്തിരുത്തണം? അതുകൊണ്ട് യുവാക്കളെ വിവാഹത്തിന് തയ്യാറാക്കണം. യുവാക്കളുടെ രക്ഷിതാക്കളെ അവരെ വിവാഹത്തിന് തയ്യാറാക്കണം. അനാവശ്യമായ നിബന്ധനകൾ വെച്ച് നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല. വിവാഹമോചിതകളായ സഹോദരിമാർ, എത്രയെത്ര വിവാഹമോചനങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. തോന്നുകയാണ് 10 കൊല്ലം മുമ്പ് ഉള്ളതിനേക്കാളേറെ വിവാഹമോചനത്തിന്റെ നിരക്ക് കൂടിയിരിക്കുന്നു. വിദ്യാഭ്യാസം കൂടി, സംസ്കാരവും മര്യാദയും മാന്യതയും ഒക്കെ കൂടിയെങ്കിലും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും സംസാരം ചിലപ്പോഴൊക്കെ കനത്തു പോകുന്നു, പരുക്കനായി പോകുന്നു. ഇന്ന് ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, ഭാര്യ പറയുകയാണ്, ഒരു പൂച്ചയെ വളർത്തണം. വാടക വീടാണ്, പൂച്ചയെ വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. സ്വന്തം വീട് എടുത്തുകൊണ്ടിരിക്കുന്നു. വീട് പണി കഴിഞ്ഞാൽ നമുക്ക് പൂച്ചയെ വളർത്താം. അപ്പോൾ ഭാര്യയുടെ മെസ്സേജ്, എന്നെ ഡൈവോഴ്സ് ചെയ്യണം, പൂച്ചക്കുട്ടിക്ക് വേണ്ടി. ഈ ഒരു അന്തരീക്ഷം ഉണ്ട്. ഭർത്താക്കന്മാർ ഭാര്യമാരെ ന്യായമായോ അന്യായമായോ ഒഴിവാക്കിയാൽ, ഭാര്യമാർ ആവശ്യപ്പെട്ടിട്ട് ഭർത്താക്കന്മാരോട് ആവശ്യപ്പെട്ടിട്ട് ഭർത്താക്കന്മാർ ഒഴിവാക്കിയാലും ശരി, അതിലൂടെ അനാഥമാകുന്നത് പിതാക്കൾ ജീവിച്ചിരിക്കുന്ന മക്കളാണ്, മാതാക്കൾ ജീവിച്ചിരിക്കുന്ന മക്കളാണ്. അവരുടെ അന്യഥാബോധം, അവരുടെ അരക്ഷിതാവസ്ഥ, അവരോട് കരുണയും ദയയും വാത്സല്യവും കാണിക്കുവാൻ ആർക്കാണ് അവകാശമുള്ളത്? അതുകൊണ്ട് ഭാര്യയോട്, ഭർത്താവിനോട്, സ്വന്തം മക്കളോട് കരുണയും ദയയും വാത്സല്യവും കാണിക്കുവാൻ നമുക്ക് കൂടുതൽ ബാധ്യത വന്നിരിക്കുകയാണ്.
വിവാഹമോചിതകളായ സഹോദരിമാർ, അവർ വിവാഹ കമ്പോളത്തിന്റെ മാർക്കറ്റിന്റെ മാർജിനിലാണുള്ളത്. അവരുടെ കാര്യം ശ്രദ്ധിക്കുവാൻ സമയം കുറവാണ്. 10,000-കണക്കിന് വിവാഹമോചിതകളായ സഹോദരിമാരുണ്ട്. ഭർത്താക്കന്മാര് മരിച്ചുപോയ സ്ത്രീകൾ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. 1, 2, 3, 4, 5, 6 കുട്ടികളുള്ള, ഇനിയും ഒരു ജീവിതത്തിന്റെ തണലും ചൂടും ചുണയും ആവേശവും ആഗ്രഹിക്കുന്ന സഹോദരിമാർ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അസ്സായിലൽ അർമലതി വൽ മിസ്കീൻ, വിധവകളെയും അഗതികളെയും സേവിക്കുന്നവൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ആളെ പോലെയാണ്. അൽ ഖായിമിൽ ലൈൽ, എല്ലാ രാത്രിയും ഉറങ്ങാതെ നിസ്കരിക്കുന്നവനെ പോലെയാണ്. അസ്സായിമിൻ നഹാർ, എല്ലാ പകലും നോമ്പെടുക്കുന്നവനെ പോലെയാണ്. അങ്ങനെ ഒരു കൽപ്പനയില്ല. എല്ലാ ദിവസവും നോമ്പെടുക്കാൻ കൽപ്പനയില്ല. രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുവാൻ കൽപ്പനയില്ല. അത്രയും ദീർഘമായ ഇബാദത്ത് ചെയ്താൽ എന്ത് കൂലി കിട്ടുമോ ആ കൂലിയാണ് വിധവകളെയും അഗതികളെയും സേവിക്കുന്നവന്, സഹായിക്കുന്നവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ സമൂഹത്തിലെ വിധവകളും വിവാഹമോചിതകളും ഇസ്ലാമിലേക്ക്, സത്യത്തിലേക്ക്, തൗഹീദിലേക്ക്, മുഹമ്മദ് നബിയുടെ സുന്നത്തിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ വിഷമം അനുഭവിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരുമെല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് കൈത്താങ്ങാകണം. ഓരോ കുടുംബവും ഓരോ കുടുംബത്തെ സഹായിക്കുക എന്ന മഹനീയമായ മുദ്രാവാക്യമാണ് ഹിജ്റ കഴിഞ്ഞ മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻസാർ ആയ സഹാബിമാർ കാണിച്ചത്. മക്കയിൽ നിന്ന് ആട്ടിൻപറ്റങ്ങളെയും മുന്തിരിത്തോപ്പുകളെയും ഒട്ടകക്കൂട്ടങ്ങളെയും ഒഴിവാക്കി, കുഴിഞ്ഞ കണ്ണുകളുമായി ഒട്ടിയ വയറുമായി മൊനയൊടിഞ്ഞ വാളുമായി തേഞ്ഞ ചെരുപ്പുമായി അഭയാർത്ഥികളായി മദീനയിലേക്ക് എത്തിയ മനുഷ്യന്മാർ. അവിടെ വീടുകളില്ല, അഭയാർത്ഥി കോളനികളില്ല, അവർക്ക് ക്യാമ്പുകളില്ല, സ്കൂളുകളോ കോളേജുകളോ പള്ളികളോ മദ്രസകളോ ഒന്നുമില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ ഒരൊറ്റ വാക്ക്, തആഹൗ, നിങ്ങൾ സഹോദരി സഹോദരന്മാരാകണം. ഓരോ കുടുംബവും ഒരു കുടുംബത്തെ ഏറ്റെടുത്തു. വീട്, 2 വീടുള്ളവർ 1 വീട് കൊടുത്തു. മാളികയുള്ളവർ മാളിക ഒഴിഞ്ഞു കൊടുത്തു. 2 റൂമുള്ളവർ 1 റൂം കൊടുത്തു. റൂം മറച്ചു കൊടുക്കുവാൻ തയ്യാറായി. ആ ത്യാഗബോധം, ഇല്ലായ്മയുടെ ത്യാഗബോധം, കണ്ണുനീരിന്റെ ത്യാഗബോധം, കരളലിയിക്കുന്ന ത്യാഗബോധം. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം സൂറത്തുൽ ഹശ്ർ 9-ാമത്തെ ആയത്ത് നമുക്കതിന്റെ വേദനകൾ, അതിന്റെ ചൂടും അതിന്റെ വിങ്ങലുകളും തേങ്ങലുകളും ഒക്കെ പകർന്നു നൽകുന്നുണ്ട്. നമുക്കത് വായിച്ച് ഈ രാജ്യത്തൊരു പുതിയ ഭൂദാന പ്രസ്ഥാനത്തിന് ജന്മം നൽകണം. ഇനി ഈ കാലഘട്ടത്തിൽ ഒരു വീടുണ്ടാക്കുക വളരെ വളരെ പ്രയാസമാണ്. പണയ വീട് എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്ന് നമുക്കറിയാം. അത് പലിശയാണ് എന്ന് നമുക്കറിയാം. മോചനത്തിന്റെ മാർഗം നഗരങ്ങളിൽ നിന്നപ്പുറത്തേക്ക് സ്ഥലം കുറഞ്ഞ വിലക്ക് വാങ്ങി പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കുവാൻ തയ്യാറാവുക എന്നതാണ്. വീടുണ്ടോ, പറമ്പുണ്ടോ, പറമ്പിൽ 1 സെന്റെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള വകുപ്പുണ്ടോ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മലയാളം കേൾക്കുന്ന, മലയാളം മനസ്സിലാകുന്ന സഹോദരി സഹോദരന്മാരോടാണ് ചോദ്യം. വീട്ടുമുറ്റത്തൊരു പൂന്തോട്ടം മാത്രമേ ഉള്ളൂ. ആ പൂക്കളുടെ ചെടി പറിച്ചെറിഞ്ഞ് അവിടെ ഒരു മനുഷ്യരുടെ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ വീടില്ലാത്തത് കൊണ്ട് വിഷമിക്കുന്ന ഒരു കുടുംബത്തിന് അവിടെ ഒരു വീട് വെക്കാനുള്ള സ്ഥലം നൽകാം. അത് വർഗപരമായ വ്യത്യാസമുണ്ടാകുമെന്നോ, വർണ്ണപരമായ വ്യത്യാസമുണ്ടാകുമെന്നോ, തറവാടിത്തത്തിന്റെ വ്യത്യാസമുണ്ടാകുമെന്നോ, സാമ്പത്തിക നിലവാരത്തിന്റെയും വ്യത്യാസമുണ്ടാകുമോ എന്നോ ഭയപ്പെടാതെ റബ്ബിബിനിലി എന്തൊക്കെ ബൈതം ഫിൽ ജന്ന, റബ്ബേ സ്വർഗത്തിൽ എനിക്ക് നിന്റെ അടുക്കൽ ഒരു വീടുണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച ഫിർഔന്റെ ഭാര്യ റളിയല്ലാഹു അൻഹായെ പോലെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനാൽ കാരുണ്യത്തിന്റെയും ദയയുടെയും വാത്സല്യത്തിന്റെയും കഥകൾ, ചരിത്രം ഇനിയും പറക്കേണ്ടതുണ്ട്, ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഇതാ തരിശായി കിടക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. നല്ല നല്ല മണ്ണിന് മുകളിൽ കല്ലുകൾ പാകിയിട്ട് ഒരിക്കലും ചെടി മുളക്കാത്ത വിധത്തിലാക്കണോ, അതല്ല ചെടി മുളപ്പിക്കണോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പടക്കം പൊട്ടിച്ചിട്ട് വിനോദാവസരങ്ങളിൽ, വിജയാഘോഷങ്ങളിൽ, പെരുന്നാളുകളിൽ പടക്കം പൊട്ടിച്ചിട്ട് മനുഷ്യരെ അകാരണമായി ക്രൂരമായി കൊന്നൊടുക്കാൻ കാരണമാകുന്ന ഏർപ്പാടുകൾ ധാരാളമാണ്. ഈ ഏരിയകളിൽ പ്രത്യേകിച്ചും പടക്ക നിർമ്മാണശാലകൾ പൊട്ടി ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരുണ്യത്തിന് നിരക്കാത്ത വിധത്തിൽ മൃഗങ്ങളോടുള്ള കൊടും ക്രൂരത. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ഒട്ടകം കരഞ്ഞുകൊണ്ട്
പരാതി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ പോയ കഥ, പട്ടിക്ക് ഷൂവിൽ കിണറ്റിലിറങ്ങിയിട്ട് ഷൂവ് കടിച്ചു പിടിച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ പോയ കഥ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾക്ക് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെല്ലാവരും കാരുണ്യത്തിന്റെ സന്ദേശം പ്രകടിപ്പിക്കുന്നവരാകണം, പ്രചരിപ്പിക്കുന്നവരാകണം. ക്രൂരതയുടെ ഏറ്റവും വലിയ ഇനമാണ് സത്യം പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്ന്. ആ മനുഷ്യൻ പോകുന്നത് നരകത്തിലേക്കാണ്, അവള് പോകുന്നത് നരകത്തിലേക്കാണ്. വിശ്വാസം ബഹുദൈവത്വമാണ്. പടച്ചവന് പുറമെ ബിംബങ്ങളോട്, ജാറങ്ങളോട്, ദർഗകളോട്, മക്കാമുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധന നിർവഹിക്കുന്നുണ്ട്, ഇസ്തിഗാസ നിർവഹിക്കുന്നുണ്ട്. ശിർക്കാണ്, നരകത്തിൽ പോകും. നിസ്കരിക്കുന്നില്ല, നരകത്തിൽ പോകും. സകാത്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പലിശ കൊടുക്കുന്നുണ്ട്, പലിശ വാങ്ങുന്നുണ്ട്, കണക്കെഴുതുന്നുണ്ട്, സ്ത്രീധനമുണ്ട്, കൈക്കൂലിയുണ്ട്, കരിഞ്ചന്തയുണ്ട്, ഊത്തിവെപ്പോ തട്ടിപ്പോ വെട്ടിപ്പോ ഉണ്ട്. നമുക്കറിയാം തെറ്റാണെന്ന്. പുഞ്ചിരിക്കുന്നുണ്ടവരോട്, സംസാരിക്കുന്നുണ്ടവരോട്, ആ ആളുകളോട് നമ്മൾ കരുണ കാണിക്കണം. ആ കാരുണ്യം ദഅവത്താണ്, മതപ്രബോധനമാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരു വാചകമുണ്ടാകണം, ഒരായത്തുണ്ടാകണം, ഹദീസ് ഉണ്ടാകണം, CD ഉണ്ടാകണം, പുസ്തകമുണ്ടാകണം. ഈ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം അല്ലെ പരിശുദ്ധ ഖുർആൻ കരുണയുടെ സന്ദേശമാണ്. ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാകാൻ, നമ്മുടെ വിഷമങ്ങൾ പോക്കുന്നതും നമ്മുടെ ദുഃഖങ്ങൾ നീക്കുന്നതുമാകാൻ, ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ വസന്തമാകാൻ, ഖുർആൻ പാരായണവും പഠനവും അതിന്റെ വിശദാംശങ്ങളുടെ പഠനവും നമ്മുടെ ജീവിതത്തിന്റെ മാർഗമാക്കണം. നമ്മുടെ ഓരോ വീട്ടിലും ഒരു പണ്ഡിതനുണ്ടാകാൻ, ഓരോ കുടുംബത്തിലും ഒരു പണ്ഡിതനുണ്ടാകാൻ വേണ്ട സംവിധാനം നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചുങ്കത്തറയുടെ കലണ്ടർ ഇൻഷാ അല്ലാഹ് അടുത്ത് ഇറങ്ങാൻ പോകുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അറബിക് കോളേജും ഓർഫനേജും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഹിഫ്ദ് കോളേജും എല്ലാം ഉള്ള സൗകര്യത്തിൽ വാടക കെട്ടിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം. വിഷമിക്കുന്ന, വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കുമെല്ലാം വേണ്ടി. ലോകത്തെമ്പാടുമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ വിഷമിക്കുന്ന, വേദനിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി, തൗഹീദ് ലഭിക്കാത്ത, സുന്നത്ത് ലഭിക്കാത്ത, ബിദ്അത്തിലൂടെ, ശിർക്കിലൂടെ കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ. കൂടുതൽ കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ, ഞങ്ങൾ പാപികളാണ്, പുറത്തുവരുമാറാകണേ. പാപങ്ങളാണ്, ശക്തി പകരുമാറാകണേ. നാഥ, ഹൃദയത്തിൽ കരുണയിന്റെയും വാത്സല്യം ഞങ്ങൾക്കുണ്ടാക്കുമാറാകണേ. ക്രൂരതയുടെയും അസൂയയുടെയും അഹങ്കാരത്തിന്റെയും എല്ലാവിധ ലാഞ്ചനകളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിനെ രക്ഷപ്പെടുത്തുമാറാകണേ. വാക്കിലും നോട്ടത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ദയാവാത്സല്യമുള്ളവരായി അല്ലാഹുവേ മാറ്റുമാറാകണേ. നാഥാ, ക്രൂരമായ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ഫിത്നകളെ അമല് കൊണ്ട് മറികടക്കുക എന്ന സന്ദേശം സ്വീകരിക്കുവാൻ അനുഗ്രഹിക്കുമാറാകണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاعلم أنه لا إله إلا الله. എറണാകുളം ജില്ലാ ദഅവാ സമ്മേളനത്തിൻ്റെ സമാപന പ്രസംഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ മഹത്തായ ആദർശ സമ്മേളനത്തിൻ്റെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സമ്മേളന പന്തലിൽ നേരത്തെ തന്നെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ആധുനിക സംവിധാനമായ ബൈലക്സ് മെസ്സഞ്ചറിലൂടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അഭ്യുദയകാംക്ഷികളായിട്ടുള്ള
സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിന് നാം തെരഞ്ഞെടുത്തിട്ടുള്ള മഹത്തായ ഒരു പ്രമേയമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാകുവാനും ഒന്നാകുവാനും എന്നതാണ് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ പ്രമേയമായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ വിഷയമാണ് സമയബന്ധിതമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഈ സമ്മേളന നഗരിയിൽ വന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള മാർഗമായി എനിക്ക് എന്ത് കിട്ടി എന്ന് സംഘാടകരും പ്രാസംഗികരും പ്രബോധകരും ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ളവരും ഒരു വേള ഗൗരവമായി ആലോചിക്കേണ്ട ഘട്ടത്തിലാണ് നാം ഉള്ളത്. ഇവിടെ നടന്ന പല പ്രസംഗങ്ങളും പല ആളുകളും കേട്ടിട്ടില്ല. പല ആളുകളും സൗഹൃദങ്ങൾ പുതുക്കി അഭിപ്രായ ഭിന്നതകളുള്ളവർ കോർണറുകളിൽ നിന്ന് സംസാരിച്ചു. അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിലോ അതിലുദ്ധരിക്കപ്പെട്ട പ്രമാണങ്ങളെ സംബന്ധിച്ചോ ഗൗരവമായി എത്ര പേർ ചിന്തിച്ചു കാണുമെന്നതിൽ എനിക്ക് ആശങ്കയുണ്ട്. പ്രവാചകന്റെ സ്വഹാബത്തിനെ സംബന്ധിച്ചുള്ള ഗൗരവമായ ചർച്ച മൻഹജുസ് സലഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനനായ സക്കരിയ സലാഹി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. വിജ്ഞാനം തേടി സ്വഹാബികൾ ഏതൊരു സദസ്സിൽ വരുമ്പോഴും ഒരേ ഒരു ലക്ഷ്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ: നരകത്തിൽ നിന്ന് മോചിതമാകണം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടണം. ഇതിന്റെ സംഘാടകരും ഇതിന്റെ നേതൃത്വത്തിലിരിക്കുന്നവരും പണ്ഡിതന്മാരും സാധാരണക്കാരിൽ സാധാരണക്കാരും എല്ലാം ലക്ഷ്യം വെക്കുന്നത് ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാകുന്ന വിജയം. ഈ ദുനിയാവ് വഞ്ചിക്കപ്പെടുന്ന വിഭവമാകുന്നു എന്നല്ലാഹു 3-ാം അധ്യായം 185-ാമത്തെ വചനത്തിൽ പറയും. ലോകത്തിന്റെ നാഥൻ വിശുദ്ധ ഖുർആനിന്റെ 1-ാമത്തെ വാചകമായി വായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കടന്നു വന്നത്. എവിടെ വായന മരിക്കുന്നുവോ അവിടെ സംസ്കാരം മരിക്കും. എവിടെ വായന സജീവമാകുന്നുവോ അവിടെ സംസ്കാരം സജീവമായി തീരും. വായിക്കുക മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിനാഥന്റെ നാമത്തിൽ എന്നാരംഭിച്ച ഖുർആനിക അധ്യാപനങ്ങൾ ഈ ലോകത്തിന്റെ തമ്പുരാൻ അവസാനമായി ഓർമ്മപ്പെടുത്തിയ ഖുർആനിക വചനം സൂറത്ത് ബഖറയിലെ 281-ാമത്തെ വചനമാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, നാം വളരെ ഗൗരവമായ ഓർക്കേണ്ട വളരെ പ്രധാനമായ കാര്യങ്ങളിലൊന്ന് ഈ ഖുർആനിക വചനമാണ്. ലോകത്തിന്റെ തമ്പുരാൻ അന്തിമ പ്രവാചകനെ അയച്ചു. അന്തിമമായി ഒരു മതത്തെ പൂർത്തീകരിച്ചു തന്നു. ആ മതം പൂർത്തിയാക്കുമ്പോൾ ലോകത്തിന്റെ തമ്പുരാന് വളരെ കാതലായ ഒരു കാര്യം മാനവതയെ ഓർമ്മപ്പെടുത്താനുണ്ടായിരുന്നു. ഈ അവതരിപ്പിച്ചതും ഈ വാദപ്രതിവാദവും ഈ ഖണ്ഡനമണ്ഡനങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പഠിപ്പിക്കലുകളും പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയലും ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. അതെന്താണ്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. സൂറത്ത് ബഖറയിലെ 281-ാമത്തെ വചനമാണ്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ നാഥനിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. ഏതൊരു നാഥനാണോ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്, ഏതൊരു നാഥന്റെ അനുഗ്രഹമാണോ നിങ്ങളിവിടെ ആസ്വദിച്ചുകൊണ്ടിരുന്നത്, അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് മരണമെന്ന് പറയുന്ന ജീവിതത്തിന്റെ കവാടവുമായി ബന്ധപ്പെട്ട് മരണം വരാനിരിക്കുന്നു. മരണത്തിന് ശേഷമുള്ള നിങ്ങൾ ചെയ്തു കൂട്ടിയ നന്മതിന്മകളെ വിചാരണ ചെയ്യുന്ന ഒരു ലോകം നിങ്ങൾക്കിതാ വരാൻ പോകുന്നു. അതുകൊണ്ട് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനത്തെ കുറിച്ച് ചോദിക്കുന്ന, നിങ്ങളൊരാളും അക്രമത്തിന് വിധേയമാകാത്ത നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ കർമ്മരേഖ നിങ്ങളുടെ കൈകളിൽ ലഭിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ, അതിൽ നിന്നുള്ള ആ നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നടത്തത്തിലും അവന്റെ ഇരുത്തത്തിലും അവന്റെ കിടത്തത്തിലും അവന്റെ ചിന്തകളിലും അവന്റെ ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിലും അവൻ രാത്രി കിടന്നുറങ്ങുന്നത് പോലും വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ
എന്ന സൂറത്ത് സുമറിലെ 42-ാമത്തെ വചനം ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ഉറക്കിൽ എന്റെ ആത്മാവിനെ അല്ല പിടിച്ചാൽ അത് സ്വാലിഹീങ്ങളുടെ കുത്താകണം. അതുകൊണ്ട് തന്നെ എന്റെ ഉറക്കും എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകൈകനാഥനായ തമ്പുരാനാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഞാനും നിങ്ങളും. മഗ്‌രിബ് നമസ്കാരത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചതാണ്, ഇശാ നമസ്കാരത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്, നാളെ സുബൈക്ക് നമ്മൾ നേരം വെളുത്താൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ പള്ളി മിമ്പറുകളിൽ നിന്ന് ആവർത്തിച്ചാവർത്തിച്ച് ലോകത്തിലെ എല്ലാ മനുഷ്യരും കേട്ട വാചകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാത്ത ഒരു നിരീശ്വരവാദിയുണ്ടോ ലോകത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാത്ത ഒരു ജൂതനുണ്ടോ ലോകത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാത്ത ഏതെങ്കിലും ഒരു അവാന്തര വിഭാഗമുണ്ടോ ലോകത്ത്? എവിടെയൊക്കെ മുസ്ലിമീങ്ങളുണ്ടോ, എവിടെയൊക്കെ ചെറിയ തെക്കാവുകളുണ്ടോ, ശ്രാമ്യകളുണ്ടോ, മസ്ജിദുകളുണ്ടോ, അവിടെ നിന്നെല്ലാം ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളിലൊന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ. എന്താണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്? എന്താണ് അത്? നാവുകൊണ്ടുള്ള ഉച്ചാരമല്ല, മനസ്സിലുറപ്പിച്ചുള്ള അത് ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിൽ തെളിഞ്ഞു കാണേണ്ട മഹോന്നതമായ ഒരു കർമ്മ പദ്ധതിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ. സുഹൃത്തുക്കളെ, സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 24-25 വാചകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവനാണ് ഒരു സലഫി പ്രബോധകനും അതിന്റെ അനുയായികളും എന്ന വസ്തുത ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലം തറ കൈഫ റബ്ബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കസജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു കലിമത്ത്, അതിന്റെ ഉദാഹരണം ഒരു വൃക്ഷത്തെ പോലെയാണ്. ആ വൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയുടെ അഗാധതകളിലേക്ക് വേരൂന്നി ഉറച്ചു നിൽക്കുന്നതാണ്. കാറ്റുകൾക്ക്, കൊടുങ്കാറ്റുകൾക്ക് അതിനെ മറച്ചിടാനാവില്ല. ആഴമേറിയ വേരുകളുള്ള ഭൂമിയുടെ വിശാലമായ മേഖലകളിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന വേരുകളുള്ള ഒരു മഹാവൃക്ഷം, ആകാശം മുട്ട പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ശാഖകളുള്ള ഒരു മഹാവൃക്ഷം. തൂതി ഉക്ലഹാ കുല്ലഹീനിൻ ബിഇذن റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാൽ. അതേ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം സദാ ഫലങ്ങൾ നൽകുന്ന ആ മഹാവൃക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച ഒരു വിശ്വാസി ഒരു വടവൃക്ഷത്തെ പോലെയാണ് എന്ന് റബ്ബിന്റെ ഉദാഹരണം. അലം തറ കൈഫ റബ്ബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കസജറത്തിൻ ത്വയ്യിബ എന്ന വാചകത്തിന്റെ മൗലികതയും അതിന്റെ ആശയവും അതിന്റെ ആദർശവും മനസ്സിലാകണമെങ്കിൽ ഒരൽപ്പം ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു പോകണം. ഉക്കാദയും ദുൽമജാസും മജന്നായും ശിർക്കിന്റെ കൂത്തരംഗമായി മാറിയ അറബ് കാലഘട്ടത്തെ കുറിച്ച് ചരിത്രത്തിൽ ഓർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഡാർക്ക് ഏജ് എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിളിച്ച, അതുപോലെ പ്രിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ വിളിച്ച, വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ഗോർഡൻ ചെയ്ത് വിളിച്ച, കിംബന്റെ കൃതികൾ രേഖപ്പെടുത്തിയ, തോമസ് കാർലൈന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ, മൈക്കിൾ ചാർട്ടിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ആ അറേബ്യൻ ജനതയിലെ ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് സഞ്ചരിച്ച ആ ഒരു ജനതയിലെ ഊശ്വരഹൃദയം പേറിയ ഊശ്വരഭൂമിയിൽ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മൂക്ക് കയറും പിടിച്ച് നടന്ന് അത് ചെല്ലുന്ന ദിക്കുകളിൽ ടെന്റ് കെട്ടി ജീവിച്ച് തിന്നും കുടിച്ചും ഭോഗിച്ചും ആനന്ദിച്ചും ആർത്തുല്ലസിച്ചും അട്ടഹസിച്ചും സംഗീതത്തിന്റെ നൃത്തത്തിത്വങ്ങളിലും തരുണീമണികളുടെ താളാത്മകമായ നൃത്തങ്ങളിലും മോഹവും അഭിലാഷവും കഴിച്ചുകൂട്ടി ജീവിതത്തിനപ്പുറത്തൊരു ജീവിത ലക്ഷ്യമില്ല എന്ന് വിശ്വസിച്ചു പോന്ന അറബികളിലെ കാട്ടറബികൾ, കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത ആ അക്കരപ്പച്ചകൾ തേടി സഞ്ചരിച്ച അറബികളിലെ അവരുടെ ജീവിത കാലഘട്ടം നിങ്ങൾ ഓർക്കണം. വദ്ദിനെ, സുവാഇനെ, യഹൂസിനെ, യഹൂക്കിനെ, നസ്റിനെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, ഖുബലിനെ, അതുപോലെ മഹാനായ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ ആരാധിച്ചു പോന്ന ഒരു ജനപദത്തിന്റെ മുമ്പിലാണ് ഉക്കാദയിൽ പ്രവാചകൻ ചെല്ലുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പഠിച്ച്, കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ പഠിച്ച്, കച്ചവടം പയറ്റി ബിസിനസ്സുകാരനായി, അംബാനിയായി, ബിൽഗേറ്റ്സായി, ടാറ്റാ ബിർളമാരായി, അല്ലെങ്കിൽ MA യൂസുഫ് അലിമാരായി, കോടീശ്വരപുത്രനായി ജീവിക്കുന്ന കച്ചവടത്തിന്റെ പുതിയ ചാട്ടുളികൾ തേടിയല്ല ആ പ്രവാചകൻ ഉക്കാദയിൽ ചെന്നത്, ദുൽമജാസിൽ ചെന്നത്, മജന്നായിൽ ചെന്നത്. സൃഷ്ടികളെ ആരാധിച്ച് സൃഷ്ടിപൂജയിലൂടെ ജീവിതത്തിൽ ലക്ഷ്യം തകർത്ത് കളയുകയും നാളെ നരകത്തിന്റെ അഗ്നിനാളങ്ങൾ നക്കി തുടക്കാൻ വിധിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമകളായ മനുഷ്യരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ആ പ്രവാചകൻ പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറയുമ്പോൾ മഹോന്നതമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതിന്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അഫ്ളലു ദിക്ർ എന്ന് പറഞ്ഞ് വയന്ന മട്ടിൽ ഉച്ചരിക്കുന്ന കേവലം ഒരു ശബ്ദമായി മനസ്സിലാക്കിയവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹാനായ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ിൽ ഒരു വാക്യം പറയുന്നുണ്ട്. അറബികൾ ചരിത്രത്തിലൊന്നുമായിരുന്നില്ല, പക്ഷേ അറബികൾ ചരിത്രത്തെ കീഴ്പ്പെടുത്തുകയും ചരിത്രം സൃഷ്ടിക്കുകയും ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുകയും സംസ്കാരങ്ങളിൽ ഏറ്റവും ഉന്നതമായ സംസ്കാരം അവർ വെട്ടിപ്പിടിക്കുകയും ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദയായിരുന്നു എന്ന് നിരീശ്വരവാദിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ആറ്റം ബോംബിനേക്കാൾ വലിയൊരു ശക്തിയുണ്ടെന്നും അത് ഉണർന്നാൽ മനുഷ്യന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും അത് സാധിച്ചെടുത്ത വിപ്ലവം പ്രവാചകന്റെ ഏകദൈവ സിദ്ധാന്തമായിരുന്നു എന്നും നെഹ്റു രേഖപ്പെടുത്തിയത് ചരിത്രത്തിന്റെ ഇന്നലകളിൽ വായിച്ച് പരീക്ഷ എഴുതി മാർക്ക് നേടി ഉന്നത ഉദ്യോഗം നേടാനല്ല, ഇന്നലകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഇന്നിന്റെ ലോകത്ത് ചൈതന്യവത്തായി ജീവിച്ച് നാളെയുടെ ഒരു തലമുറയെ സൃഷ്ടിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന പവിത്രമായ ഒരു ശബ്ദത്തിന്റെ പേരാണ് മനുഷ്യരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു മുതബാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ജൂതമകന്റെ മുമ്പിൽ ചെന്ന് മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ഉഖാദയിലും ദുൽമജാസിലും മജന്നായിലും കൃത്യമായി പറഞ്ഞാൽ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിന്റെ അവിടെയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടകളിലും ഒരു മനുഷ്യനത് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഉഖാദയിൽ ദുൽമജാസിൽ മജന്നായിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു നിങ്ങൾക്ക് വിജയിക്കാം. അറബികൾ നിങ്ങൾക്ക് അധീനപ്പെടും, അനറബികൾ നിങ്ങൾക്ക് അധീനപ്പെടും, റോമും പേർഷ്യയും നിങ്ങൾക്ക് അധീനപ്പെടും, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കൽ നിങ്ങളെത്തും എന്ന് പ്രവാചക തിരുമേനി പ്രവചനം ചെയ്തത് എത്തിപ്പെടുകയും സാമ്രാജ്യങ്ങളിൽ കടന്നു പോവുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യരുടെ മനസ്സിൽ സ്വാധീനിക്കുകയും ചെയ്ത ഇന്നലകളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു പോകുന്നവർക്ക് ഇന്നിന്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അനാവശ്യമായ തർക്കങ്ങളിലും കുതർക്കങ്ങളിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹത്തിന് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയില്ല. വാശിയേറിയ ചർച്ചകളാണ്. പള്ളികളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പരിഹാസമാണ്, അപഹാസമാണ്, മത്സരങ്ങളാണ്. അത് കേട്ട് കാലൂ സലാമ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോന്ന് അല്ല നൽകിയ നാവിന്റെ വൈഭവം, അല്ല നൽകിയ ബുദ്ധി, അല്ല നൽകിയ ആരോഗ്യം എന്റെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. എനിക്ക് പ്രതിഫലം തരുന്നതവനാൽ, എന്നെ സ്വീകരിക്കുന്നതവനാൽ, എന്നെ അംഗീകരിക്കുന്നതവനാൽ, അവന്റെ മുമ്പിലാണ് ഞാൻ ഇഖ്ലാസ് കാണിക്കേണ്ടത് എന്ന ബോധത്തിലേക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാകാനും നന്നാകാനും ഒന്നാകാൻ വല്ലാത്തൊരു പ്രമേയമാണ്. നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാകാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാകാനും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായി ആലോചിച്ചോ. ആരാ അറബ് ജനത? ഉംറുൽ ഖൈസിന്റെ കവിത മുഅല്ലഖ, കബാലയത്തിൽ കെട്ടിത്തൂക്കിയ സെക്സ്, അതായിരുന്നു അത്. പെണ്ണിന്റെ അംഗലാവണ്യം വർണ്ണിച്ച ഉംറുൽ ഖൈസിന്റെ കവിതകൾ, നബീദിന്റെ കവിതകൾ, ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കവിതകൾ, ജാഹിലിയ കാലഘട്ടത്തിൽ സുഹൈൽ ഇബ്നു അംറിന്റെ വാചാലതകൾ, പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ വർണ്ണനകൾ, അവരുടെ നിമ്നോന്നതകൾ, അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ, മദ്യത്തിന്റെ മഹത്വം, യുദ്ധത്തിന്റെ കൊതി, ഇതെല്ലാം വിശദീകരിച്ചിരുന്ന ഒരു ജനപദം. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ ശരീരം എവിടെ കൊണ്ടുപോയി മറമാടണം? മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറമാടണം എന്ന് പറഞ്ഞ ഒരു ജനത, അങ്ങനത്തെ ഒരു ജനത, കുതിരയുടെ മഹത്വം വർണ്ണിച്ച ഒരു ജനത, ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്നറിയാത്ത ഒരു ജനത, സ്വന്തം മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയ പെൺകുട്ടികളെ, ജനിച്ചു വീണ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു ജനത, ചുവന്നും പച്ചയും കൊടിവെച്ച് ഞങ്ങളൊക്കെ അറിയപ്പെട്ട വേശ്യകളാണ് എന്ന് തെളിയിച്ച് പ്രത്യേകമായ ഡ്രസ്സ് ധരിച്ച് ആണുങ്ങളെ ആകർഷിക്കാൻ കാത്തിരുന്ന ഒരു ജനത, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു ജനത, അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴും അവനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ഒരു ജനത. ആ ജനതയുടെ മുമ്പിലാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ആ ജനതയുടെ മുമ്പിൽ വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി നിങ്ങൾ ഓർക്കണം. രണ്ട് കാര്യങ്ങൾ. ഇവിടുന്ന് സമാപന പ്രസംഗം പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നെഞ്ചിലേറ്റി ചില കാര്യങ്ങൾ പോകണം. അതെ, ഒരു കാര്യം വളരെ പ്രധാനമാണ്. അതായത് ഒരാള് തൗഹീദ് സ്വീകരിച്ചു, ശക്തമായ തൗഹീദ്, ശിർക്കിന്റെ യാതൊരു അംശമില്ല, പക്ഷെ അയാൾ ആരോടും പറയുന്നില്ല. അയാൾ 5 നേരം കറക്റ്റായിട്ട് നിസ്കരിക്കുന്നു, കളവ് പറയുന്നില്ല, എല്ലാ നല്ല കാര്യങ്ങളും അയാൾ ചെയ്യുന്നു, ചീത്ത കാര്യങ്ങളൊന്നും അയാൾ ചെയ്യുന്നില്ല. അയാൾക്ക് സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ഗുണങ്ങളൊക്കെ അയാൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൽ അയാൾക്ക് ഒരു ഗുണം ഉണ്ടാക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കണം. ഖബറാരാധന നടത്തുന്നുണ്ടോ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി? ഉണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ടോ?
ഖബറാരാധന നടത്താത്ത ജമാഅത്തെ ഇസ്ലാമി ഖബറാരാധന എന്ന് പറഞ്ഞു അബ്ദുറഹ്മാന്റെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. സത്യമാണല്ലോ, നമ്മൾ ആരും നിഷേധിക്കുന്നില്ലല്ലോ. ആ ബുക്ക് ഇറക്കിയ കാലഘട്ടത്തിൽ ചെറിയ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആരും അത് നിരുത്സാഹപ്പെടുത്തുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യില്ല. ഖബറാരാധനയിൽ നിന്ന് ജനങ്ങൾ പിന്മാറുന്നത് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിന്റെ തൗഹീദി പ്രബോധനം കൊണ്ടാ? ഞാൻ വസ്തുതാപരമായി ചോദിക്കാൻ, ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ, പൂപ്പുര പെണ്ണിന്റെ പ്രശ്നം കേട്ടിട്ടാണോ ദർഗയിൽ നിന്ന് ആളുകൾ മാറിപ്പോണത്? ആണോ? മൊയ്തീൻ ഷെയ്ഖ് എന്ന വിളി ഇവിടുത്തെ വേറെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ പ്രവർത്തനം കൊണ്ടാ? ആണോ? അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും ഉൾക്കൊണ്ടവരുടെ തൗഹീദ് കൊണ്ടാണ്. സത്യല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആളുകൾ മാറണമെങ്കിൽ, ആളുകൾ നന്നാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് ഉൾക്കൊള്ളണ്ടേ? സത്യത്തിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താ? ഏറ്റവും അത്ഭുതകരമായ കാര്യം ഒരു ചിന്തിക്കും. പ്രവാചകൻ 40 കൊല്ലം മക്കയിൽ ജീവിച്ചുവല്ലോ. എന്തെങ്കിലും ഒരു ന്യൂനത ആ ജനത അദ്ദേഹത്തെ പറ്റി പറഞ്ഞു? എന്തെങ്കിലും ഒരു ന്യൂനത? ഒരു പെണ്ണിനെ ഉളിക്കണ്ണിട്ട് നോക്കി, അല്ലെങ്കിൽ ഒരു തുള്ളി മദ്യം ആരും അറിയാതെ കുടിച്ചു, അല്ലെങ്കിൽ 4 ആളെ സുഹൃത്തുക്കളുടെ കൂടെ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂട്ടത്തിലിരുന്നൊന്നും മിനിങ്ങി, നിങ്ങൾ കുടിച്ചോളൂ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, കുറച്ച് എനിക്ക് ഒഴിച്ചോളി എന്ന് പറഞ്ഞോ? ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് ആ പ്രവാചകനുണ്ടോ? ബിംബാരാധന ഉണ്ടോ? ഖബർ ആരാധന ഉണ്ടോ? മദ്യപിക്കുന്നുണ്ടോ? എന്തിന്? പ്രവാചകത്വത്തിന് മുമ്പ് ഒരു സംഗീതം കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന് വരെ അല്ല അനുവദിച്ചോ? ഉറക്കിക്കിടത്തിയില്ലേ? എല്ലാ പരിശുദ്ധതയോടുകൂടി 40 കൊല്ലം മക്കയിൽ ജീവിച്ചിട്ട്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങളൊന്ന് ചിന്തിച്ചോ. ആ 40 കൊല്ലം സകല ഗുണങ്ങളുടെയും മൂർത്തിമദ്ഭാവമായിട്ട് ആ പ്രവാചകനെ കണ്ടിട്ട് അറേബ്യയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായി? ഏതെങ്കിലും ഒരാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാത്തയെ വിളിക്കുന്നില്ല, ഉസ്സയെ വിളിക്കുന്നില്ല, മനാത്തയെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ ആ കാലഘട്ടത്തിലെ ജാഹിലിയ ശിർക്കിൽ നിന്ന് പ്രവാചകന്റെ വ്യക്തിത്വം കണ്ട് മാറി? പോയിന്റാണ്, എല്ലാവരും നോട്ട് ചെയ്യേണ്ടത്. ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തി ഒരു തുള്ളി കുടിക്കണില്ല എന്ന കാരണം പറഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ പണി നിർത്തിയോ? പലിശ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, നബി നല്ല കച്ചവടക്കാരനാണ്, യാതൊരു അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കില്ല, നല്ല പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ഖദീജ ബീവിയുടെ ഭർത്താവായിരിക്കെ, എന്നിട്ട് ആരെങ്കിലും അവിടുത്തെ അളവിലും തൂക്കത്തിലും കൃത്രിമത്തെ കാണിക്കുന്ന ഇല്ലാണ്ടാക്കി? ഇല്ല. നേരെ മറിച്ച് ഇതൊക്കെ നബി പറയാൻ തുടങ്ങിയപ്പോ പോയിന്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി. അതായത് ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തൗഹീദ് നന്നായി പഠിച്ചെടുത്ത മിണ്ടാണ്ടെന്നാൽ ഓന്റെ വീട്ടിലും മാറ്റം ഉണ്ടാവില്ല, ഓന്റെ മഹലിലും മാറ്റം ഉണ്ടാവില്ല, ഓൻ എത്ര പണ്ഡിതനായാലും. അതുകൊണ്ടാണല്ലോ പ്രാസംഗികരായ ഞങ്ങളും പണ്ഡിതന്മാരായ പല ആളുകളും ചെല്ലു പറയാതിരുന്നപ്പോ എന്തുണ്ടായി? സമൂഹത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല, അവരെ കുടുംബത്തിൽ മാറ്റം ഉണ്ടായില്ല. നിലവിളക്ക് കൊടുക്കുന്നിടത്ത് അവസാനം എത്തിയത് നിലവിളക്ക് പച്ചക്ക് കൊളുത്തുന്നിടത്തല്ലേ? KNMന്റെ സെക്രട്ടറി പച്ചക്ക് നിലവിളക്ക് കൊളുത്തുന്നിടത്തല്ലേ എത്തി? എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? നമ്മളെ മുശ്രിക്കാക്കുന്ന തിരക്കിൽ തൗഹീദ് മറന്നുപോയി. നമ്മളെ മുശ്രിക്കാക്കുന്ന തിരക്കില് സെക്രട്ടറിക്ക് തൗഹീദ് പഠിപ്പിക്കാൻ മറന്നു. ഏത് സെക്രട്ടറി മക്കളെ? ഒരു യൂണിറ്റിന്റെ സെക്രട്ടറിയാ? സ്റ്റേറ്റ് സെക്രട്ടറി കരുവള്ളി മുഹമ്മദ് മൗലവി എന്ന മഹാപണ്ഡിത കേസരി മഹാചാര്യൻ ഇരിക്കേണ്ട സീറ്റില് ഒരുത്തൻ കയറിയിരുന്നോ സെക്രട്ടറിയെ? ഓൻ അവസാനം എന്ത് ചെയ്ത്? നിലവിളക്കുണ്ട് ഈ കൊളുത്തി. ഈ റസൂലിന്റെ വാചകം വല്ലാത്തതാണ്. ശിർക്കില്ലാത്തവരെ നേരെ അത് പറഞ്ഞാൽ എങ്ങട്ട് തിരിയുന്ന മക്കളെ? റസൂല് പറഞ്ഞ് എങ്ങനായി മരിക്കുന്നു? വിളക്ക് കൊളുത്തിയപ്പെങ്ങാണ് അറ്റാക്ക് വന്ന ആ സെക്രട്ടറി മരിച്ച അവസ്ഥ എന്താ? ഏറിയ കളിയും കളിച്ച് ജില്ലയിലെ നല്ല മനുഷ്യന്മാരെ മൂലക്കിരുത്തിയതിന്റെ റിസൾട്ട് ആയിട്ടല്ലേ അള്ളാനെ കണ്ടുമുട്ടുക. ഇനിയെങ്കിലും ഓർത്ത്